മലയാളത്തിലെ മഹാസാഹിത്യകാരന്മാരിൽ ഒരാളാണ് സേതു. പാണ്ഡവപുരം അടക്കമുള്ള ഇതിഹാസ തുല്യമായ നോവലുകളിലൂടെയും എണ്ണം പറഞ്ഞ നിരവധി കഥകളിലൂടെയും മലയാള സാഹിത്യത്തിലെ ഏറ്റവും തലപ്പൊക്കമുള്ള എഴുത്തുകാരിൽ ഒരാളാണ് ശ്രീ സേതു. അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള സാഹിത്യ ജീവിതത്തെ സമഗ്രമായി നിരീക്ഷിക്കുകയും നിരൂപണം ചെയ്യുകയും ചെയ്ത നിരൂപകൻ ശ്രീ PM ഷുക്കൂർ എഴുതിയ സേതുവിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള പുസ്തകമാണ് സേതു എഴുത്ത് ജീവിതം അഭിമുഖം എന്ന പുസ്തകം. ഈ പുസ്തകം എഴുതിയ ശ്രീ PM ഷുക്കൂറാണ് ഇന്ന് കേരള വിഷൻ ന്യൂസിന്റെ സാഹിത്യോത്സവ പരിപാടിയായ പുസ്തക പൂമുഖത്തിൽ നമ്മളോടൊപ്പം അതിഥിയായി ഉള്ളത്. നമസ്കാരം ശ്രീ PM ഷുക്കൂർ. നമസ്കാരം. സേതു എന്ന എഴുത്തുകാരന്റെ നോവലുകളെയും ചെറുകഥകളെയും ഒക്കെ മലയാളികൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ സാഹിത്യ ജീവിതത്തെ സമഗ്രമായിട്ട് വിശകലനം ചെയ്യുന്ന ഒരു പുസ്തകമാണ് ആദ്യമായിട്ട് താങ്കൾ എഴുതിയിട്ടുള്ളത്. ഈ ഒരു പുസ്തകം എഴുതുമ്പോൾ എന്താണ് താങ്കളെ പ്രേരിപ്പിച്ചത്? അതായത് നമ്മുടെ ഒലിവിലെ ഒന്ന് രണ്ട് ആളുകളുണ്ടായിരുന്നു. ഒലിവില് എനിക്ക് പരിചയമുള്ള ആളല്ല, എൻ്റെ ഒരു സുഹൃത്തുക്കളായിട്ടുള്ള തിരുവനന്തപുരത്തുള്ള താരാക്കിഴക്ക് വീട്ടിൽ എന്ന് പറഞ്ഞ ഒരു സുഹൃത്തുണ്ട്. അവരുടെ സുഹൃത്തായ നമ്മുടെ ഒരു സുനിലച്ചൻ ഉണ്ടായിരുന്നു. ആ സുനിലച്ചൻ മുഖാന്തരമാണ് സേതുവിനെ കുറിച്ചൊരു പുസ്തകം എഴുതുന്നത്. അപ്പോൾ അത് എന്നിലേക്ക് വന്നിരിക്കുകയായിരുന്നു. തന്നെയല്ല, ഇതിനു മുമ്പ് ഞാൻ സേതു സാറിനെ കുറിച്ചിട്ടുള്ള ഒരു പുസ്തകം വേറെ സ്വന്തം നിലയ്ക്ക് എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്ന് രണ്ട് പഠനങ്ങൾ വേറെ അദ്ദേഹത്തിന് കവിതകളെ കുറിച്ചും നോവലുകളെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് എന്നിലേക്ക് അത് വന്ന് ചെയ്യുന്നത്, ഈ പുസ്തകം എഴുതാൻ. അപ്പം പിന്നീട് ഞാനത് എനിക്ക് പിന്നെ സേതു ആയതുകൊണ്ട് തന്നെ സേതു സാർ ആയതുകൊണ്ട് എനിക്ക് പിന്നെ വളരെ എളുപ്പമായിരുന്നു കാര്യങ്ങൾ. ഒത്തിരി വളരെയധികം നേരത്തെ മുതൽ വളരെ ശ്രദ്ധിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അപ്പൊ അതുകൊണ്ട് വളരെ എളുപ്പം എനിക്ക് ആ വിഷയം ഉൾക്കൊള്ളാൻ പറ്റി. പിന്നെ കുറച്ച് വർക്ക് ചെയ്യേണ്ട വന്ന് വളരെയധികം അധ്വാനമുണ്ട് എന്തായാലും. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ അതിലേക്ക് ഞാൻ വരുന്നത്, ഈ പുസ്തകത്തിലേക്ക്. തീർച്ചയായും പുസ്തകത്തിൽ ഒന്നാമത്തെ അധ്യായമുണ്ട്. തിരസ്കരുടെ പകർന്നാട്ടങ്ങൾ പാണ്ഡവപുരത്തിൽ എന്ന ഒന്നാം അധ്യായത്തിൽ സേതുവിന്റെ ഔദ്യോഗിക ജീവിതവും എഴുത്ത് ജീവിതവും തമ്മിൽ അളവുറ്റ അകലമുണ്ടെന്ന് പരാമർശിക്കുന്നുണ്ടല്ലോ. എന്താണ് കാരണം? അതായത് സേതു സാറ് ഒരു മറ്റേ സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ മാനേജരൊക്കെ ആയിട്ടുണ്ട്. ഒരു ഉയർന്ന ഉദ്യോഗത്തിലിരുന്ന ആളാണ്. അപ്പോ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തീരെ ഒരു കണക്ക് കാര്യങ്ങൾ, അതായത് ഏരിയ മാനേജർ ആയിരുന്നു. അപ്പൊ അതില് കണക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടപ്പോ ആയിട്ട് ബന്ധപ്പെടുന്ന ഒരു സംഭവം അല്ലല്ലോ നോവലെഴുത്ത്, ചെറുകഥയെഴുത്ത്. അപ്പൊ ഇങ്ങനെ ഒരാള് ഇത്തരം ഒരു സാങ്കേതിക ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഒരു വലിയൊരു അകലം അത് തമ്മിലുണ്ട്. അതായത് ബാങ്കിലെ ഉദ്യോഗം ഒരു ഭാഗത്ത്, മറുഭാഗത്താണെങ്കിൽ അദ്ദേഹത്തിന്റെ എഴുത്ത്. ഇങ്ങനെ രണ്ട് കാര്യങ്ങളും ഒരു മോരും മുതിരയും എന്ന പോലെ ഇങ്ങനെ വേർതിരിഞ്ഞ് കിടക്കുകയും, പക്ഷെ ഇത് സംയോജിച്ചു പോവുകയും സംയോജിപ്പിക്കുകയും തന്റെ ബാങ്ക് മാനേജർ എന്നുള്ള ആ പദവിയിൽ ഒരു വീഴ്ച പോലും വരുത്താതെ കുറെ അധികം നാളുകൾ അദ്ദേഹം അത് തുടർന്ന് കൊണ്ടുപോവുകയും ചെയ്തു. ഇതിന്റെ ഇടയിലാണ് പാണ്ഡവപുരം, നിയോഗം, ആറാമത്തെ പെൺകുട്ടി, മറ്റേ അങ്ങനെ ഒത്തിരി കിഴിമുഴകൾക്കപ്പുറം, അങ്ങനെയുള്ള ഇതിന്റെ ഇടയ്ക്ക് പുനത്തിൽ കുടുംബത്തിലായിട്ട് നവഗ്രഹങ്ങളുടെ കടവറ, അതിന്റെ ഇടയ്ക്ക് കുറെ അധികം കഥകൾ, 150 ചെറുകഥകൾ അദ്ദേഹത്തിൻ്റെതായിട്ട്. അതുപോലെ നോവലറ്റുകൾ പറയുന്നത്. ഇതൊക്കെ ഇദ്ദേഹത്തിന് സാധിക്കാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ അത്ഭുതമായിരുന്നു അദ്ദേഹത്തിന്റെ. അപ്പോ ആ ഒരു രീതിയിലാണ് ഞാൻ അതിൻ്റെ അകലം ഉണ്ടെന്ന്. മറ്റുള്ള എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. പിന്നെ തന്നെയല്ല, സേതു സാറ് തന്റെ ഔദ്യോഗിക ജീവിതം വളരെ കൃത്യമായിട്ട് കൊണ്ടുപോയി നടന്ന ഒരാളാണ്. എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ഒരു ഉത്തരവാദിത്വം കാണിക്കുകയും, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു പദവിയിലനുസരിച്ച് അതിന് ബുദ്ധിമുട്ടുണ്ടാവും. ബാങ്കിൽ ഒരുപാട് ഉത്തരവാദിത്തമുള്ള ജോലിയാണ്. അത് കഴിഞ്ഞിട്ട് വേണം, സാധാരണ എഴുത്തുകാരെ കൂട്ടായില്ല അദ്ദേഹം. വളരെയധികം ജാഗ്രത ആവശ്യമുള്ള ഒരു ജോലിയാണ്. അതാണ് ഇത് ഇങ്ങനെ പറഞ്ഞ കാരണം. ഈ പാണ്ഡവപുരം തിരസ്കൃത പകർന്നാട്ടങ്ങൾ എന്നുള്ള വിജയത്തിൽ ഇത് പറയാനുള്ള ഒരു കാരണം അതാണ്. അങ്ങനെയുള്ള ഒരു ആള് വളരെ അസംഭവ്യമാണ്. നമ്മുടെ എഴുത്തുകാരെ പൊതുവെ നോക്കിയാൽ അറിയാം, നമുക്ക് മനസ്സിലാവും. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പെട്ടെന്ന് ദേഷ്യം വരികയോ അല്ലെങ്കിൽ ഭയങ്കര സെൻസിറ്റീവ് ആവുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ് എഴുത്തുകാർ. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതൊക്കെ അദ്ദേഹം കവർ ചെയ്യുന്നു എന്നുള്ളതാണ്. തീർച്ചയായും വിവിധ സ്ഥലങ്ങളിൽ അദ്ദേഹം ജോലി ചെയ്യുകയുണ്ടായി. ഉയർന്ന പദവിയിലൊക്കെ ഇരിക്കുന്ന ആളായിരുന്നു.
സേതു എന്ന എഴുത്തുകാരൻ. അങ്ങനെയുള്ള ഒരു എഴുത്തുകാരന്റെ സാഹിത്യ ജീവിതത്തെക്കുറിച്ച് സമഗ്രമായിട്ടൊരു പുസ്തകം തയ്യാറാക്കുമ്പോൾ സേതുവുമായിട്ട് നേരിട്ട് സംസാരിച്ചിരുന്നു. എന്തായിരുന്നു സേതുവുമായി സംസാരിച്ചപ്പോൾ ഉണ്ടായ ഒരു അനുഭവങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അതായത് സാധാരണ ഈ പറഞ്ഞ എഴുത്തുകാരെ കൂട്ട് അങ്ങനെ ഒരു, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, പുള്ളി ആദ്യം ഞാനൊരു സേതു എഴുത്ത് അഭിമുഖം എന്നുള്ള ഒരു, അതായത് സേതു എഴുത്ത് ജീവിതം എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിയെ കുറിച്ചുള്ള എഡിറ്റ് ചെയ്തൊരു വർക്ക് ഇറക്കിയപ്പോ തന്നെ പുള്ളിന്റെ അടുത്ത് അത് ചെയ്യണ്ട എന്ന് പറഞ്ഞ ഒരാളാണ്. ആദ്യമായിട്ടാണ് ഒരു എഴുത്തുകാരൻ തന്നെ കുറിച്ചൊരു പുസ്തകം എഴുതുമ്പോൾ അത് ചെയ്യണ്ട എന്ന് പറയുന്ന ഒരാളായിട്ട് അദ്ദേഹത്തെ, അങ്ങനെ പല കാര്യത്തിലും വ്യത്യസ്തമാണ്. അതുപോലെ പക്ഷെ ഇതിനെ കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നു പുള്ളിയുടെ അടുത്ത്. തന്നെയല്ല അദ്ദേഹത്തിന് ഞാൻ അദ്ദേഹത്തിന് നേരത്തെ തന്നെ എനിക്ക് പരിചയമുള്ളത് കൊണ്ട് ഞാനത് എഴുതിയതൊക്കെ അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. പിന്നെയല്ല, ഞാൻ ചെറുതായിട്ട് നേരിട്ട് വിമർശിച്ചിട്ട് പോലും ഒരു പരാതി പോലും പറയാത്ത ഒരാളാണ്. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, പൊതുവെ സാധാരണ എഴുത്തുകാരുടെ ഒരു രീതിയല്ല അദ്ദേഹം എന്നോട് ഇതുവരെയായിട്ട് എനിക്ക് പറയാൻ പറ്റും. തന്നെയല്ല, ഇടപെടുന്ന ആർക്കും അദ്ദേഹത്തെ കുറിച്ച് അത് പറയാൻ പറ്റും. അപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് വളരെ അധികം വേണ്ടത്ര ഇദ്ദേഹത്തിനെ കുറിച്ച് പ്രത്യേകിച്ച് അദ്ദേഹത്തെ അഭിമുഖത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് സമീപിക്കുന്നതെല്ലാം അദ്ദേഹം വേണ്ട രീതിയിൽ വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തരികയും ആ ഉത്തരവാദിത്വം നല്ല രീതിയിൽ ചെയ്യുകയും അദ്ദേഹം ഈ പുസ്തകത്തിനെ അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്ത ഒരു സംഭവമാണ്. തീർച്ചയായും സേതു എന്ന എഴുത്തുകാരന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്തൊക്കെ പ്രത്യേകതകളാണ് താങ്കൾ ഈ പുസ്തകത്തിൽ എടുത്തു കാണിച്ചിട്ടുള്ളത്? അതായത് സേതു, ഞാൻ പറഞ്ഞില്ലേ, ജോലി കഴിഞ്ഞിന് വന്നതിന് ശേഷം കഥകൾ എഴുതുന്ന ഒരു രീതി. അദ്ദേഹത്തിന്റെ കഥകള് നമുക്ക് വേണമെങ്കിൽ ഒറ്റ വായനയ്ക്ക് ചുമ്മാ വായിക്കാം, ഏതൊരാൾക്കും വായിക്കാവുന്നതേ ഉള്ളൂ. അതേസമയം വീണ്ടും ഒന്നോടൊന്ന് വായിക്കണം എന്ന് തോന്നിയാല് അത് വീണ്ടും ഒന്നുകൂടെ വായിച്ചു നോക്കാം. അങ്ങനെ നമുക്ക് കുറച്ചുകൂടെ രസകരമായിട്ട് തോന്നുകയും വീണ്ടും ഉള്ളിലേക്ക് അത് കടക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഇതുപോലെ ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഭ്രമാത്മകതയുടെ ഒരു ലോകമാണ്. അതായത് സ്ഥലജല വിഭ്രാന്തി സൃഷ്ടിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ലോകമാണ് അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ ഏതാണ്ട് എല്ലാത്തിലും ഉള്ളത്. ഇപ്പം പാണ്ഡവപുരത്തിലായാലും പാണ്ഡവപുരത്തിലുള്ള ആ ദേവി സ്വയമായിട്ട് പാണ്ഡവപുരം എന്നുള്ളൊരു പട്ടണം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ ആ ഒരു രക്ഷപ്പെടലാണ്. അതായത് അങ്ങനെ ഒരു പട്ടണം നിർമ്മിച്ച് അവിടെ ഒരു ജാരണം നിർമ്മിച്ച് അങ്ങനെയുള്ളൊരു കഥ പറച്ചിൽ രീതി. അത് പിന്നീട് അവസാനമാണ് നമ്മൾ അറിയുന്നത് പാണ്ഡവപുരം എന്നുള്ളൊരു നിർമ്മിതി തന്നെ മറ്റേ ആ ദേവി എന്ന് പറയുന്ന ആ കഥാപാത്രത്തിന്റെ ഒരു ഒരു മായക്കാഴ്ച പോലെയുള്ള ഒരു അനുഭവമാണ്. അതുപോലെ തന്നെ നിയോഗം നോവലെടുത്താലും സാധാരണ ഒരു നാട്ടുമ്പുറത്ത് നടക്കുന്ന സംഭവമാണ് നിയോഗത്തിൽ അദ്ദേഹം പറയുന്നത്. ഒരു കുട്ടി, ഒരു കമലാക്ഷിയമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവരുടെ പ്രസവമായി അവരെ ഉണ്ടാവുന്ന രണ്ട് മൂന്ന് കുട്ടികൾ. ഒരു കുട്ടിക്ക് ഭീമന്റെ ഛായയാണ്, ഒരു കുട്ടി ശാന്തനായിട്ട് പോകുന്ന, വളരെ ശാന്തമായിട്ട് ഒരുപാട് ജീവിതത്തെക്കുറിച്ച് ഒരുപാട് വേവലാതികളൊക്കെ ഉള്ളത്. അതേസമയം ഈ കുട്ടികൾ രണ്ടുപേരും വേറെ രീതിയിലാണ്, അതായത് മറ്റു രീതിയിലാണ് ഉണ്ടാവുന്നത്. പക്ഷെ അദ്ദേഹം ഈ ഒരു കുട്ടിയെ ഭീമന്റെ ഇതുള്ള കുട്ടിയെ ഈ അതായത് അത് ആ കുട്ടിയെ കാറ്റ് വന്ന് വിതച്ച് ഉണ്ടാകുന്ന കുട്ടിയായിട്ടും മറ്റേ കുട്ടിയെ വേറൊരു തരത്തിലുണ്ടാകുന്ന, അതായത് സാധാരണ മനുഷ്യ സങ്കലത്തിലൂടെ അല്ലാതെ മനുഷ്യ ബീജസങ്കലത്തിലൂടെ അല്ലാതെ രണ്ട് കുട്ടികൾ ഉണ്ടാവുന്ന ഒരാഖ്യാനം നിർവഹിച്ചിരുന്നിട്ട് അദ്ദേഹം. അപ്പൊ തനിക്ക് ഒരു നിസ്സാരമായിട്ടുള്ള ഒരു നേർക്ക് നേരെ ഈ കാര്യങ്ങൾ പറയാവുന്ന ഒരു കാര്യമുണ്ട്. ഒരു നാട്ടിൻപുറത്ത് നടക്കുന്ന അവിഹിതമോ അല്ലാത്തതോ ആയ കാര്യങ്ങളെ കുറിച്ച് പറയാനാണെങ്കിലും പോലും ഇങ്ങനെ ഒരു ശൈലി അദ്ദേഹം ഉപയോഗിച്ചു. ഈ കാറ്റിനെയും സൂര്യനെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ആ കഥ പറഞ്ഞു വരുന്ന ഒരു അവസ്ഥയുണ്ട്. അത് പകർന്നു തരുന്ന നമുക്ക് എന്നൊരു അനുഭവമുണ്ട്. അപ്പൊ നമുക്ക് പിന്നെ തന്നെയല്ല, അദ്ദേഹം പലപ്പോഴും നമ്മുടെ കഥയിലും വായനയിലൊക്കെ വായനക്കാരുടെ പങ്ക് അദ്ദേഹം വളരെയധികം ആഗ്രഹിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒന്ന് രണ്ട് പേര് മലയാള സാഹിത്യത്തിൽ തീർക്കം പേരുള്ളൂ. അതിലൊരാളാണ് സേതു സാർ. വേറൊരാള് മലയാളത്തിൽ നിന്ന് വേറൊരാളാണ് രേഖയുടെ കഥയിലും അതെ. അവരും ഇങ്ങനെ വളരെ കൃത്യമായിട്ട് അങ്ങ് തീർത്ത് കഥ പറയില്ല, നമ്മളെ പങ്കെടുപ്പിക്കും, ചിലത് പൂരിപ്പിക്കാനിടും വായനക്കാർക്ക് വേണ്ടിയിട്ട്. അതുപോലെ എസ് ഹരീഷും അത്, അദ്ദേഹത്തിന്റെ നോവല് മീശയിലും മറ്റു കഥകളിലും ഒക്കെ ആയാലും ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പൊ ഇവരുടെയൊക്കെ വന്ന് മാറി നിന്നുകൊണ്ടുള്ളൊരു രീതിയാണ് സേതു സാറിന്റെ. അപ്പൊ അദ്ദേഹം ആ ഒരു രീതിയിൽ
അതായത് കുറച്ചുകൂടെ മാനസികമാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ സൈക്കോളജിക്കലാണ് അദ്ദേഹത്തിന്റെ സമീപനങ്ങൾ, മനഃശാസ്ത്രപരമായിട്ടുള്ള സമീപനങ്ങൾ. എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ സേതു സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കഥകള് കഴിയുമെങ്കിൽ അദ്ദേഹത്തിന്റെ നോവലുകളൊക്കെ ഒരു സൈക്കോ അനാലിറ്റിക് പഠനത്തിന് വിധേയമാക്കണം എന്ന് എനിക്കൊരു ചെറിയൊരു തോന്നൽ വരാറുണ്ട്. തന്നെയല്ല, എനിക്ക് വേറെ തോന്നല് സേതു സാറിന്റെ ഉള്ളില് നമ്മളൊന്നും കാണാത്ത വലിയൊരു പ്രപഞ്ചം അദ്ദേഹം ഒളിപ്പിച്ചു വച്ചിരിക്കുന്നതായിട്ട് തോന്നി. അപ്പോ നമ്മൾ പറയില്ല ഒരിക്കലും അദ്ദേഹം അത് വെളിപ്പെടുത്തുകയില്ല. ഇദ്ദേഹത്തെ കണ്ട ഒരു എഴുത്തുകാരനാണെന്നോ ഒരു ഇതാണെന്നോ ഒന്നും തോന്നില്ല. അങ്ങനെ ഒരു സാധ്യത. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ആളാണ് ഇദ്ദേഹം. പല സ്വഭാവ സവിശേഷതകളുണ്ട്. ഞാൻ കണ്ട സ്വഭാവ സവിശേഷതകളാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു പുസ്തകം സേതു എന്ന എഴുത്തുകാരൻ വായിച്ചിട്ടുള്ള ഒരു പ്രതികരണം എങ്ങനെയാണ് നൽകിയിട്ടുള്ളത് താങ്കൾക്ക്? ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് വളരെ താല്പര്യപൂർവ്വമാണ് അദ്ദേഹം അത് വായിക്കുകയും എന്നെ അംഗീകരിക്കുക. എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ചാല് അവാർഡുകൾ കിട്ടുന്നതിനേക്കാൾ വളരെ കാര്യമായിട്ട് ഞാൻ എഴുതിയതിനെയും എന്റെ നിരീക്ഷണങ്ങളെയും കണ്ടെത്തലുകളെയൊക്കെ അദ്ദേഹം ഹൃദയപൂർവ്വം സ്വീകരിച്ചു എന്നുള്ളത്. ഒരിക്കലും ഒരു പരുഷമായിട്ട് അല്ലെങ്കിൽ അത് അങ്ങനെയല്ലായിരുന്നു ഇങ്ങനെയായിരുന്നു അല്ലെങ്കിൽ അവിടെ എന്താണ് എന്നെ വിമർശിച്ചെന്താണ് എന്നെ ചോദ്യം ചെയ്തെന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ മറുപിറവി എന്ന നോവലുണ്ട്. അതിന് തുടർച്ചയായിട്ട് വന്ന ആലി എന്ന നോവലുണ്ട്. ഇസ്രായേൽ ജൂതന്മാരുടെ പ്രശ്നം പ്രധാനമായിട്ടും കേരളത്തിൽ നിന്ന് പോയ ജൂതന്മാരെ കുറിച്ചിട്ടുള്ള ഒരു ദൂരം കൂടിയാണ്. ഇസ്രായേലിലേക്ക് ജൂതന്മാർ പോകുന്ന അതിന്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട നല്ല ഒരു ഒന്നാം തരം ഒരു ഗംഭീരം നോവലാണ്. പക്ഷെ അതിലൊക്കെ ഈ ജൂതന്മാർ ഇവിടുന്ന് പോകുമ്പോഴും അപ്പോ അന്നേരം ഈ ഇസ്രായേൽ അവിടെ രൂപം കൊണ്ടതിന്റെ രാഷ്ട്രീയ കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്ത് ചെറുതായിട്ടൊരു വിമർശനം നടത്തുന്നു. ചെറുതായിട്ടൊന്നല്ല, എനിക്ക് തോന്നിയ രാഷ്ട്രീയമായി ശരി എന്നുള്ള രീതിയിൽ രൂപന്മാരിപ്പോ അങ്ങോട്ട് പോകുമ്പോൾ അവരുടെ വാഗ്ദാന ഭൂമിയാണ് എന്നുള്ള രീതിയിലൊക്കെ വരുന്നതിൽ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും അദ്ദേഹം എന്റെ അഭിപ്രായത്തെ കുറിച്ചൊന്ന് പറയുകയോ പ്രത്യേകിച്ച് പ്രതികരിക്കുകയോ അതിൽ അനിഷ്ടം പ്രയോഗിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. വളരെ നല്ല അഭിപ്രായമാണ് അദ്ദേഹത്തെ ഏൽപ്പിച്ചത്. ശ്രീ പി എം ഷുക്കൂർ, സേതു തന്റെ നോവലുകളുടെ ആൺ ടച്ചുകളിലെ പെണ്ണനുഭവങ്ങളെയാണ് വരച്ചിടുന്നത് ഒരു ഫെമിനിസ്റ്റ് പരിസരത്തിൽ നിന്നൊരു ചോദ്യം ഉണ്ടായാൽ എങ്ങനെയാണ് അതിനെ പ്രതികരിക്കുക? ശരിക്കും ഈ രണ്ട് ആൺ പെൺ എന്നുള്ള തിരിവുള്ളപ്പോ തന്നെ മനുഷ്യൻ എന്നുള്ള ആ ഒരു മനുഷ്യ വംശത്തിന് ചില പ്രത്യേകതകൾ ഉണ്ട്, പൊതുവായിട്ടുള്ള ചില പ്രത്യേകതകളുണ്ട്. പിന്നെ പെണ്ണിന് സ്ത്രീക്ക് വേറൊരു പ്രത്യേകത ഉണ്ടെന്നുള്ളത് ശരി തന്നെ. പക്ഷേ എന്നാൽ പോലും ഈ മനസ്സിന്റെ ഒരു തലം, അതായത് മനസ്സിന്റെ തടവുചാട്ടം എന്നോ അല്ലെങ്കിൽ വിലക്കപ്പെട്ട ദേശങ്ങളിലേക്കുള്ള മനസ്സിന്റെ സഞ്ചാരം എന്നോ പറയാവുന്ന ഒരു രീതിയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പൊ ഞാനാണെങ്കിൽ എന്റെ മനസ്സിനെ കുറിച്ച് എന്റെ മനസ്സിൽ നടക്കുന്ന ഒരു ഈ ഇരുട്ടത്ത് ഉറുമ്പ് ചലിക്കുന്നത് പോലെയുള്ള ആ ചലനങ്ങളെ കുറിച്ചൊന്നും ഞാൻ ചിലപ്പോൾ ബോധവാനാവണമെന്നില്ല. അല്ലെങ്കിൽ എന്റെ ഉള്ളിലുള്ളപ്പോൾ വേറെ ആൾ ചോദിക്കുമ്പോഴായിരിക്കും ഞാൻ അതിനെക്കുറിച്ച് ബോധവാനാവുക. അതുപോലെ തന്നെ സ്ത്രീകളുടെ ഉള്ളിലും പുരുഷന്റെ ഉള്ളിലും ഒക്കെ ഒന്നിൽ തൃപ്തിപ്പെടാത്ത, അതായത് ഒരാണിൽ തൃപ്തിപ്പെടാത്ത, ഒരു സ്ത്രീയിൽ തൃപ്തിപ്പെടാത്ത ആളുകളുണ്ട്. ആ കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ ചില സാമൂഹിക മര്യാദകളും മറ്റു കാര്യങ്ങളൊക്കെ കാരണം കൊണ്ട് നമ്മളത് ഈ ഏകപത്നിവ്രതവും ഭർത്താവ്രതവും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു എന്ന് മാത്രമല്ല. എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നതും അത് തന്നെയാണ്. സേതു സാറിന്റെ നോവലുകളിലെല്ലാം ഈ പറഞ്ഞ പോലെ പലപ്പോഴും സ്ത്രീ കാമനകൾ അതിലെ നോവലുകളിൽ പ്രത്യേകിച്ചും വരുന്നുണ്ട് പല രീതിയിൽ. അപ്പോ ഞാൻ ഒരിക്കലും അദ്ദേഹത്തിന്റെ കാഴ്ചയെ അങ്ങനെ ഫെമിനിസ്റ്റ് പരിസരം പോലും തന്നെ വലിയൊരു പരിമിതി ഉള്ളതാണ്. പക്ഷെ ആ പഠനങ്ങളൊന്നും എനിക്ക് നിരാകരിക്കാനും പറ്റില്ല. ജെൻഡർ പ്രശ്നങ്ങളും സെക്സ് പരമായ മറ്റെല്ലാ പ്രശ്നങ്ങളെയും നമ്മൾ അംഗീകരിക്കുമ്പോൾ തന്നെ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സൂക്ഷ്മമായിട്ട്, അതായത് സേതു സാറിന്റെ ജീവിതത്തില് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ അമ്മ. അച്ഛൻ പുറത്ത് ജോലി ചെയ്യുന്നത് അമ്മയും മകനും തമ്മിലായിരുന്നു വളരെ വലിയൊരു ബന്ധമുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ചിരിക്കുന്ന സ്ത്രീ തന്നെയല്ല. ഓരോ നോവലുകളിലും അദ്ദേഹം സ്ത്രീകളെയൊക്കെ എത്രയോ വിശുദ്ധമായിട്ടാണ് വീണുടയാത്ത പാത്രങ്ങളായിട്ടും പല നോവലുകളിലും, ഉദാഹരണത്തിന് ആറാമത്തെ പെൺകുട്ടിയിലെ കാദംബരി മുതൽ പല ആളുകളെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അതുപോലെ തന്നെ മറ്റേ നിയോഗത്തിലെ തന്നെയാണ് മീനാക്ഷിപുരം എന്ന് പറയുന്ന അതാണ് പുലിമൊഴികൾക്കപ്പുറത്ത്
മീനാക്ഷി എന്ന് പറയുന്ന മീനാക്ഷിപുരം എന്ന് പറയുന്ന സങ്കല്പത്തിലൊക്കെ ഇദ്ദേഹത്തെ സ്ത്രൈണതയെ വല്ലാത്തൊരു വളരെ ഒരു ദേവീ സങ്കല്പമാണ് ശ്രീശാസ്ത്രം. അദ്ദേഹത്തിന്റെ നോവലുകളിൽ ഒരു നോവലേറ്റിൽ വായിച്ച ഒരു നോവല് തന്നെയുണ്ട്, ഞങ്ങൾ അടിമകൾ എന്ന് പറഞ്ഞ നോവലായാലും നോവലേറ്റ് ആയാലും, പിന്നെ വേറെ ഒരു നോവലിലെ ഒരു മീനാക്ഷി, മീനുകളുടെ കണ്ണുള്ള ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീയെ അദ്ദേഹത്തിന്റെ ഭർത്താവ് കൈ കൂപ്പിക്കൊണ്ട് അവളെ ദേവിയായിട്ട് നിന്ന് കൈ കൂപ്പിക്കൊണ്ട് അവളെ പ്രാർത്ഥനാപൂർവം അവളുടെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്ന ഒരു നോവലിന്റെ ഇങ്ങനെ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വെറുതെ ഒരു ആൺതച്ചല്ല, മറിച്ച് സ്ത്രീയെ പക്ഷെ സ്ത്രീയെ വാഴ്ത്തുക ഇല്ലാതെയാക്കുക മാത്രമല്ല അദ്ദേഹം ചെയ്തിട്ടുള്ളത്. സ്ത്രീയുടെ എല്ലാ തരം മുഖങ്ങളും അദ്ദേഹം വരച്ച് കാണിക്കുന്നുണ്ട്. വെറുതെ ഒരു ആരോപണത്തിന് വേണമെങ്കിൽ ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ പോലും അപ്പൊ അതിനകത്ത് ഞാൻ പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഇതില്ല. അദ്ദേഹം സ്ത്രീയുടെ അധോലോക സഞ്ചാരങ്ങളെ, മനസ്സിന്റെ സഞ്ചാരങ്ങളെയാണ് അദ്ദേഹം ഏറ്റവും അധികം കൂടുതൽ കഥകളിലും നോവലുകളിലും അല്ല കൂടുതലായിട്ട് ആവിഷ്കരിച്ചിട്ടുള്ളത്. ആ നിലയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഫെമിനിസ്റ്റ് സാഹിത്യകാരനാണ് അദ്ദേഹം എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായും നേരത്തെ താങ്കൾ സൂചിപ്പിച്ചു കമലാക്ഷി അമ്മ. ഈ കമലാക്ഷി അമ്മ എന്ന സാധാരണ സ്ത്രീയുടെ മനസ്സിലേക്കുള്ള ഒരു സഞ്ചാരമാണ് നിയോഗം എന്ന് പറയുന്നതിന്റെ ഒരു കാരണം എന്താണ്? അതിത് കമലാക്ഷിയമ്മ എന്ന് പറയുന്ന സ്ത്രീയുടെ അവരുടെ ഭർത്താവ് ഒരു മാഷ് വളരെ ക്ഷീണിതനും സാധുവും സാത്വികനുമായൊരു മനുഷ്യനാണ്. അപ്പോ അദ്ദേഹത്തിന്റെ ഒരു കഴിവുകേടും ഈ ഒരുതരം ഒരു വളരെ ശാന്ത രീതിയിലുള്ള രീതികളും പ്രവർത്തനങ്ങളും പെരുമാറ്റങ്ങളും ഒന്നും ഒരു പരിധിവരെ ഈ കമലാക്ഷിയമ്മയെ ഒട്ടും തൃപ്തിപ്പെടുത്തുന്ന ഒരു രീതിയിലുള്ള ആളായിരിക്കാൻ സാധ്യതയില്ലാത്ത ഒരു രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഒരു രീതിയിലും, സ്നേഹം കൊണ്ടായാലും മറ്റ് ഏത് രീതിയിലായാലും കമലാക്ഷിയമ്മയെ ഒരു കാരണം തൃപ്തിപ്പെടുത്താൻ അവരുടെ ഇച്ഛകളെയോ കാമനകളെയോ സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹത്തെയോ ഒന്നും ആ നോവലിൽ തന്നെ പറയുന്നുണ്ട്. ഒരു സമയത്തെ പറ്റി പറയുന്നുണ്ട്. അതായത് കാറ്റ് വന്ന് അവരുടെ വാതിലുകൾ വന്ന് മുട്ടി വിളിക്കുന്ന ഒരു അവസരത്തില് അവര് പറയുന്നുണ്ട്, നിങ്ങളെങ്ങാൻ ഈ വാതിൽ തള്ളി തുറന്ന് വന്നിരുന്നെങ്കിൽ നിങ്ങളുടെ നെഞ്ചിൽ കയറി ഞാൻ ചവിട്ടി നൃത്തം ചെയ്യുമായിരുന്നു എന്നുള്ള രീതിയിലൊരു ഭാഗം നോവലുണ്ട്. അപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്നൊക്കെ അവർക്ക് ആ ഭർത്താവിനോടുള്ള ആ ഒരു വൈരാഗ്യം, അതായത് ഒരു വിരോധം, ഒരു രോഷം, അല്ലെങ്കിൽ ഒരു പക അമർത്തി വെച്ച രോഷം അവർക്കുണ്ട്. അതേസമയം അവരൊരു പതിവ്രത ചമയുകയും ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും ഉണ്ട്. പക്ഷെ എന്നാൽ അവർക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അതായത് തടവ് ചാടുന്ന ഒരു മനസ്സിന്റെ ഉടമയാണ്, അല്ലെങ്കിൽ തന്റെ ഇച്ഛകൾക്കനുസരിച്ചുള്ള മറവ് ചാടുന്നു. അതുകൊണ്ട് അവർ ആ കഥകൾ നെയ്യുന്നത് അതുകൊണ്ടാണ്. അതായത് കാറ്റിൽ വിധിച്ച വിധത്തിൽ നിന്നാണ് ഒന്നാമത്തെ മകൻ ഉണ്ടായത് എന്ന് പറയുന്നത് ആ ഒരു സംഭവത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് കമലാക്ഷിയമ്മയുടെ മനസ്സിലേക്കുള്ള ഒരു സഞ്ചാരമാണ് നിയോഗത്തിലൂടെ സഞ്ചരിച്ച് വീട്ടുന്നത്. പിന്നെയും അവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ പ്രലോഭനങ്ങൾക്ക് വീഴുന്ന ഒരു സ്വഭാവക്കാരിയാണത്. അതാണ് അതിൻ്റെ അകത്ത് അദ്ദേഹം ഈ കമലാക്ഷിയമ്മയുടെ മനസ്സിലേക്കുള്ള ആ ഒരു സഞ്ചാരം എന്നുള്ളത്. തീർച്ചയായിട്ടും സേതു എന്ന എഴുത്തുകാരന്റെ ഏറ്റവും മറക്കാനാവാത്ത, താങ്കൾ വായിച്ചതിൽ ഏറ്റവും മറക്കാനാവാത്ത ഒരു നോവൽ, ചെറുകഥ എന്ന് എടുത്തു പറയാവുന്നത് ഏതൊക്കെയാണ്? അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാവുന്നില്ല. പക്ഷേ എനിക്ക് എല്ലാ നോവലും തന്നെ വളരെയേറെ ഇഷ്ടപ്പെട്ടതാണ്. അതായത് പാണ്ഡവപുരമായാലും നിയോഗമായാലും കൈമുദ്രകളായാലും ഇതിലൊക്കെ വളരെയധികം സവിശേഷതകളുണ്ട്. അതായത് ഈ മുഖ്യധാര ലോകം ശ്രദ്ധിക്കാത്ത ഒരുപാട് സംഭവങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ ധനശാസ്ത്ര സംബന്ധിയാണെങ്കിലും, അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻ പരമാണെങ്കിലും, അതുപോലെ തന്നെ തീവ്ര രാഷ്ട്രീയപരമാണെങ്കിലും ചരിത്രപരമായിട്ടും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളടങ്ങുന്നതാണ് അദ്ദേഹത്തിന്റെ നോവലുകളിൽ പലതും. പക്ഷെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം ആറാമത്തെ പെൺകുട്ടി എന്നുള്ള കവിത പോലെ കാവ്യമാണ്, നോവലല്ല കാവ്യം. ആ പൂക്കാരിയുടെ ജീവിതമൊക്കെ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. അദ്ദേഹം എങ്ങനെയാണ് ഈ പൂക്കാരി സ്ത്രീയുടെ ജീവിതം, അവര് മാല കോർക്കുന്നതും മാല കെട്ടുന്നതും ഒക്കെ ഇത്ര കൃത്യമായിട്ട് അദ്ദേഹം ആവിഷ്കരിച്ചത് എങ്ങനെയാണെന്ന് ഞാൻ വല്ലാതെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. വളരെ ചെറിയൊരു പുസ്തകമാണ്, മനോഹരമാണ്. അതിലെ ഭാഷ തന്നെ അദ്ദേഹത്തിന്റെ ആ പ്രതിഭാശാലിത്വത്തിന് ഏറ്റവും വലിയ തെളിവാണ്. കാരണം സേതു സാറിനെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പൂവിന് പോവുകയോ പൂവ് കോർക്കാൻ പോവുകയോ ഇതൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ അദ്ദേഹം അത് നമ്മൾ അനുഭവിപ്പിക്കുന്നു.
പിന്നെ അതിലൂടെ ഒരു പാരിസ്ഥിതികമായ ചില കാര്യങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. അതായത് പൂക്കൾ നിൽക്കേണ്ടത് ചെടികളിലാണ്. അതൊരിക്കലും പൂക്കാരന്റെ വീട്ടിൽ മാല കോർക്കാനല്ല. ആ പൂക്കൾ അപ്പൊ അതുകൊണ്ട് തന്നെ വേറൊരു കാര്യം കൂടെ അദ്ദേഹം പറയുന്നുണ്ട്, പൂക്കൾ ശപിക്കും. ഈ പൂക്കാരന്റെ വീട്ടിലെ ശങ്കരരാമൻ എന്ന് പറയുന്ന പൂക്കാരന്റെ വീട്ടിലെ അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസവിക്കില്ല. അതിന്റെ കാരണം ഈ പൂക്കളെ ഇങ്ങനെ പറിച്ചു കൊണ്ടുവന്ന് അതിനെ അതിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അതിന്റെ യഥാർത്ഥ പ്രകൃതത്തിൽ നിന്ന് മാറ്റി നിർത്തി മറ്റൊന്നാക്കി തീർക്കുന്നത് കൊണ്ടാണ് ഈ അതിന്റെ ശാപമാണ് ഇവര് പ്രസവിക്കാത്തത്, ഇവർക്ക് കുട്ടികൾ ഉണ്ടാവാത്തത് എന്നുള്ള ഒരു രീതിയെ അദ്ദേഹം അതിനകത്ത് ആവിഷ്കരിക്കുന്നത്. അതുകൂടാതെ ഈ ശങ്കരരാമൻ എന്ന് വേറൊരു കുട്ടി, കാദംബരി എന്ന് പറയുന്ന ഒരു കുട്ടിയെ എടുത്തു വളർത്തുന്നു. ദത്തായിട്ട് എടുത്തു വളർത്തുന്ന വെച്ചാൽ അമ്പലത്തില് ഒക്കെ നിന്ന് കിട്ടുന്നതാണ് അവർക്ക്, അമ്പല ദർശനം കഴിഞ്ഞു പോകുന്നു. ആ കുട്ടിയെ ഒളിഞ്ഞു നോക്കുന്ന, അതായത് അന്നും നമ്മുടെ ഈ ഇവിടെ ഒന്നും ഇങ്ങനെ ഈ നമ്മുടെ കാലഘട്ടങ്ങളിൽ പിതാക്കന്മാരും ഒന്നും അല്ലെങ്കിൽ അച്ഛന്മാർ കുട്ടികളെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കുക, അതിന്റെ രീതിയിലൊക്കെ നോക്കുക, ഇതൊന്നും അങ്ങനെയുള്ള വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് വരുന്നതിന് മുമ്പേ അദ്ദേഹം ഈ കാര്യം, അതായത് ഇദ്ദേഹം ഒളിഞ്ഞു നോക്കുന്ന ഒരു ശങ്കരരാമന് അച്ഛനായിട്ട് ഉള്ള സ്ഥാനത്തുള്ള ആളാണ്. അങ്ങനെ ഒരു മാറുന്ന ലോകത്തിന്റെ ഒരു പ്രതിനിധാനം, ഒരു അവസ്ഥ കൂടി അദ്ദേഹം ചിത്രീകരിക്കുന്നു വെക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കിളിമൊഴികൾക്കപ്പുറം എന്ന് പറയുന്ന ഒരു നോവലിന്റെ മീനാക്ഷിപുരം എന്ന് പറഞ്ഞൊരു സ്ഥലം, ആ സ്ഥലത്ത് അവിടുത്തെ പാരിസ്ഥിതി മുഴുവൻ, അവിടെ ഒരു പഞ്ചസാര ഫാക്ടറി വരികയും അവിടുത്തെ പരിസ്ഥിതിയെ മലിനമാക്കുകയും അങ്ങനെ അവിടെ വരൾച്ച ബാധിച്ച് പോവുകയും ചെയ്യുന്ന ഒരു ഭാഗം, അതായത് കൃഷിയോഗ്യമല്ലാതെ ആരും എല്ലാവരും ഉപേക്ഷിച്ചു പോകുന്ന ഒരു സ്ഥലമായിട്ട് മീനാക്ഷിപുരത്തെ അദ്ദേഹം ചിത്രീകരിച്ചിട്ടുണ്ട്. മീനാക്ഷിപുരം, മീനാക്ഷിപ്പാളയം, പാർവതീപുരം എന്നൊക്കെ രീതിയിലാണ് അദ്ദേഹത്തെ അതിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വേണ്ട രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കഴിഞ്ഞ നവംബറിലാണോ ഒക്ടോബറിലാണോ എന്ന് സംശയമുണ്ട്, ഇതേ മീനാക്ഷിപുരത്ത് പോയിട്ട് മാതൃഭൂമി വാരാന്ത്യപതിപ്പില് ശ്രീകാന്ത് കോട്ടത്തിലും കെ വിശ്വനാഥൻ ചേർത്തിട്ട് ഒരു ചരിത്ര ലേഖനം തയ്യാറാക്കിയിട്ടുണ്ട്. അതില് അവര് മീനാക്ഷിപുരം എന്നൊരു പട്ടണം അവിടെ തമിഴ്നാട്ടിലുണ്ടെന്നും അവിടുത്തെ ആളുകൾ ഈ കാലാവസ്ഥയിൽ വന്ന മാറ്റം കാരണം കൊണ്ട് അവിടെ നിന്ന് വിട്ടുപോയി എന്നും അവര് എഴുതിയിട്ടുണ്ട്, ആ പത്രത്തിൽ അവർ എഴുതിയിട്ടുണ്ട്. അപ്പൊ സേതു സാറ് എത്രയോ നാളുകൾക്ക് മുമ്പ് അദ്ദേഹം എഴുതിയ ആ വസ്തുത ഈ നോവലിൽ ഇതിങ്ങനെ ഈ നോവലിൽ പറഞ്ഞ അതേ സംഭവം അതേപോലെ തന്നെ ഏതാണ്ട് അവിടെ സംഭവിച്ചു കഴിഞ്ഞു. പക്ഷെ നമ്മുടെ പത്രങ്ങളോ അല്ലെങ്കിൽ TV ചാനൽ ആരും അതിനൊരു വാർത്ത പോലും ആക്കിയിട്ടില്ല. വെളിയിൽ നിന്നുള്ള സാഹിത്യകാരന്മാരെന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും, ഇപ്പൊ മാർക്കസിന്റെ ഏകാന്തയുടെ 100 വർഷങ്ങളാണെങ്കിലും മറ്റുള്ളവരുടെ വേറെ നോവലുകളാണെങ്കിലും, ഇപ്പൊ ബോർഹസിന്റെ കഥകളാണെങ്കിലും ഇതിനെക്കുറിച്ചൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടും. പക്ഷെ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകളൊക്കെ എന്തുകൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്നില്ല? വളരെ ശരിക്കും പഠിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം കാലാവസ്ഥാ വ്യതിയാനം ഇപ്പൊ വളരെയധികം രൂക്ഷമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളും അതിന്റെ ഇരകളാണ്, അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ. അപ്പൊ ഇതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതല്ലേ? ഈ കാര്യത്തെക്കുറിച്ച് കൂടി ചർച്ച വെക്കേണ്ടതല്ലേ? ഇത് കൂടി ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി അദ്ദേഹത്തെ. എന്നിട്ട് അവരുടെ വാരാന്ത്യപതിപ്പിൽ പോലും അദ്ദേഹം എഴുതിയൊരു ലേഖനം വളരെ ഉള്ളിലായിട്ടാണ് കൊടുത്തത്. അവര് പോലും അതൊരു വാർത്തയാക്കി, അതൊരു കൂടുതൽ അന്വേഷണത്തിന് ആരും മുതിർന്നില്ല. ഞാൻ 12 ആളുകൾക്ക് പറയുക കൂടി ചെയ്തു. അത് അദ്ദേഹം എഴുതിയതുകൊണ്ടല്ല, ഇങ്ങനൊരു സംഭവം, അതായത് പ്രവചനശേഷിയുള്ളൊരു സംഭവം, അതാണ് എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. രചനാലോകത്തെ സംബന്ധിച്ച് എഴുത്തിൽ വരുന്നത് അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള പ്രമേയങ്ങൾ തേടിപ്പിടിക്കുക, അതിന്റെ ആവിഷ്കാര രീതികൾ, ഇതെല്ലാം അതെ. അദ്ദേഹത്തെ കഥകളെ കുറിച്ച് കഴിഞ്ഞാൽ ഒരു എത്രയോ തള്ളിക്കളഞ്ഞാലും ഒരു 25 ചെറുകഥകളെങ്കിലും അദ്ദേഹത്തിന്റെ മഹത്തായ ചെറുത്. അങ്ങനെ പല നിലകളിൽ അതാണ് വളരെയധികം എനിക്ക് വ്യത്യസ്തനായിട്ട് തോന്നിയ ഒരു എഴുത്തുകാരനാണ്. ആവിഷ്കാര രീതിയിൽ മാത്രമല്ല, കഥ പറയുന്നത് നമ്മളെ അതിന്റെ വായനക്കാരൻ അത് അനുഭവിപ്പിക്കുന്ന തരത്തിലൊക്കെ. ദൂത് എന്നുള്ള കഥ ഞാൻ ഓർത്തു പോകും. വളരെ എത്ര രസകരമായിട്ടാണെന്ന് അറിയുന്നത്. അങ്ങനെ പല കഥകളും ഉണ്ട്. ദൂതുണ്ട്, അരുന്ധതിയുടെ വിരുന്നുകാരൻ, അങ്ങനെയുള്ള കഥകളൊക്കെ വളരെ അരുന്ധതിക്ക് അപരിചിതനായ ഒരാള് വന്ന് കാണാൻ വരുന്നതും പക്ഷെ അവർക്ക് അത് ആരാണെന്ന് അറിയാൻ പാടില്ലാതെ അവരുടെ വേവലാതികളും
പിന്നീട് അവള് പോകുമ്പോൾ ആ നഗരത്തിലെ ചുവന്ന ലൈറ്റുകളെല്ലാം തെളിഞ്ഞു കിടക്കുന്നതൊക്കെ ആയിട്ടാണ് കഥ അവസാനിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു എഴുത്തുകാരൻ ഇങ്ങനെ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ പുറത്തേക്ക് വരാത്തതെന്നൊക്കെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ പഠനങ്ങൾ വരാത്തതെന്നൊക്കെ ഉള്ള ഒരു അത്ഭുതമുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആലോചിച്ചിരുന്നു സേസാറിനെ കുറിച്ച് ഒറ്റയ്ക്കൊരു പഠനം ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു. കാരണം മറ്റു പലരെയും കുറിച്ച് ഒരുപാട് പഠനങ്ങൾ വരികയും അങ്ങനെ ഒരുപാട് ഇങ്ങനെ ആഘോഷിക്കപ്പെടുകയൊക്കെ ചെയ്തപ്പോൾ ഇദ്ദേഹം എഴുതുന്ന വ്യത്യസ്തമായിട്ടുള്ള പ്രമേയങ്ങളിലൊന്നും ചർച്ച ചെയ്യപ്പെടാതിരിക്കുകയും അതാരും കാണാതെ പോവുകയൊക്കെ ചെയ്യുന്ന കാരണം കൊണ്ട് എനിക്കൊരാഗ്രഹം തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോഴും കൂടിയാണ് ഈ കാര്യം കൂടെ ഈ ഒലിവ് പബ്ലിക്കേഷൻസ് നമ്മുടെ അടുത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നതും പിന്നെ ഇത് പുസ്തകമാക്കുന്നത്. അപ്പൊ എനിക്ക് അതേസമയം വലിയൊരു സന്തോഷം കൂടിയാണ്. എൻ്റെ ഒരു കടമ, എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം ആയിരുന്നു. തീർച്ചയായിട്ടും അവസാനമായിട്ട് സേതുവിനെ വായിച്ച, സേതുവിനെ കുറിച്ച് എഴുതിയ ആളെന്ന നിലയിൽ മലയാളി ന്യൂ ജനറേഷൻ ആളുകളൊക്കെ എന്തുകൊണ്ടാണ് ഇപ്പോൾ സേതുവിനെ വായിക്കണമെന്ന് താങ്കൾ പറയുന്നത്? അതായത് ഒന്നാമത് വളരെ ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ നോവൽ ലോകങ്ങളിൽ ഒരുപാട് അരാജകവാദം അല്ലെങ്കിൽ നമ്മുടെ സാമൂഹിക അവസ്ഥകളോടുള്ള അസംതൃപ്തി ഉള്ളപ്പോൾ തന്നെ എല്ലാത്തിനെയും തകർത്ത് തരിപ്പണമാക്കണമെന്നുള്ള രീതിയല്ല അദ്ദേഹം. തന്റെ പൂർവികരോടും കഴിഞ്ഞുപോയ തലമുറകളോടും എല്ലാവരോടുമുള്ള ഒരു ആദരവ്, സ്നേഹം, ബന്ധങ്ങളിലുള്ള ആ ഒരു ഒരു അതൊരു സ്നേഹപരമായിട്ടുള്ള ഒരു പൊലിമ, ഇതെല്ലാം കാത്തു സൂക്ഷിക്കുന്നവരാണ്. അദ്ദേഹത്തിന് രചനകളിലും ഇത് തന്നെയാണ്. ഒരിക്കൽ പോലും വലിയ കലഹങ്ങളും കലാപങ്ങളും നിറഞ്ഞ ഒരു അന്തരീക്ഷമല്ല അദ്ദേഹത്തിന്. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഈ ഇത്തരം കാര്യങ്ങളൊക്കെ ഇങ്ങനെ നശിക്കപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് വൃദ്ധന്മാര് പ്രായമായ അച്ഛനമ്മമാരെ വൃദ്ധസദനത്തിലെത്തിക്കുക, അവരോട് കാര്യങ്ങൾ കാണിക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ ഈ നോവലില് ഉള്ള പോലെ അച്ഛനെ കൊന്നിട്ട് കൊടുത്ത ഒരു മകൻ ജോലി അന്വേഷിച്ചു പോകുന്നു, അച്ഛന്റെ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അച്ഛന്റെ ഒരു മകനെ കൊല്ലുന്നു. ആ അടയാളങ്ങൾ എന്ന നോവലിലാണ് അത് ആദ്യമായിട്ട് കേട്ടത്. അപ്പൊ ആ ഒരു സംഭവം പക്ഷെ അദ്ദേഹം അങ്ങനെയുള്ള കാര്യത്തോടൊക്കെ അദ്ദേഹം വളരെയധികം ശക്തമായ രീതിയിൽ തന്നെ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ പ്രതികരിക്കുന്ന ഒരു അവസ്ഥയാണ്. നമ്മുടെ മാറുന്ന ലോകത്ത്, വരണ്ടു പോകുന്ന ലോകത്ത് ഒക്കെ ഇദ്ദേഹം വളരെ അധികം ഒരു ഹരിതകം, അതായത് ഒരു സ്നേഹത്തിന്റെ ഒരു തെളിമയായിട്ട് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെല്ലാം അങ്ങനെ വരുന്ന ആൾക്കാർ. ഒരു മനുഷ്യന് രണ്ട് വശമുള്ള, ഒരാള് പൂർണ്ണമായിട്ടും നല്ലതും പൂർണ്ണമായിട്ടും ചീത്തയല്ല, രണ്ട് വശങ്ങളുള്ളത് പോലെ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾക്കും അദ്ദേഹത്തിന്റെ കഥാലോകങ്ങളിലും വരുന്നത് ഈ ഒരു സ്നേഹത്തിന്റെയും നമ്മുടെ ഒത്തൊരുമയുടെയും ഒക്കെ ഒരു മുഖമാണ്. ഒരിക്കൽ പോലും ഒരു മറ്റൊരു രീതിയിലുള്ള ഒരു പ്രതികരണങ്ങളോ സംഭവങ്ങളോ അദ്ദേഹത്തിന് ഒരു സ്ഥലത്തുനിന്നും നമുക്ക് അദ്ദേഹം ഒരു വിദ്വേഷ പ്രചരണമോ മറ്റൊരാളെ കുറ്റം പറയലോ ഒന്നും നമുക്ക് അദ്ദേഹത്തിൽ കാണാം. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളും അദ്ദേഹത്തിന്റെ രചനയിൽ പഠിച്ചതും ഒക്കെ എല്ലാം അങ്ങനെ തന്നെയാണ്. ആ ഒരു സത്യസന്ധതയുടെയും സ്നേഹത്തിന്റെയും അത് നമ്മൾ വീണ്ടെടുക്കേണ്ട ഒരു ലോകം തന്നെയാണ് വായനയിലൂടെ. അദ്ദേഹത്തിന്റെ വളരെ എളുപ്പമായി മനസ്സിലാവുന്ന ഒത്തിരിയോ കഥകൾ കുട്ടികൾക്ക് വേണ്ടി പോലും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ചേക്കുട്ടിപ്പാവയൊക്കെ അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള രീതിയിൽ അങ്ങനെ. അതുപോലെ സമൂഹത്തിന്റെ പല പ്രശ്നങ്ങളിലും പുള്ളി പങ്കിടാറുണ്ട്. ഇതൊന്നും ടി വി ചാനലിലൊന്നും വരാറില്ലായിരിക്കാം, പക്ഷെ അദ്ദേഹം പലതിലും പങ്കെടുത്ത് കാര്യങ്ങൾ നിറവേറ്റാനൊക്കെ ചെയ്യുന്ന ഒരു ആളുകളും. തീർച്ചയായും സേതുവിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള പുസ്തകമാണ് സേതു എഴുത്ത് ജീവിതം അഭിമുഖം എന്ന പുസ്തകം. ഈ പുസ്തകം എഴുതിയ ശ്രീ PM ഷുക്കൂർ ആയിരുന്നു ഇന്നത്തെ കേരള വിഷൻ ന്യൂസിൻ്റെ സാഹിത്യോത്സവ പരിപാടിയായ പുസ്തക പൂമുഖത്തിലുണ്ടായിരുന്നത്. നന്ദി ശ്രീ PM ഷുക്കൂർ. ഇന്നത്തെ പുസ്തക പൂമുഖത്തിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.